മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. വീരന്റെ കയ്യിലെ വസ്ത്രങ്ങളെയും അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാദിക്ക് വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോവുകയില്ല. യഹോവയെ ഭയപ്പെട്ടവരുടെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലത്തിനും നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം, അവൻ തരുന്ന പ്രതിഫലം. ഈ കുഞ്ഞിനെ ഒത്തിരിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ എപ്പോഴും സാധാരണ പറയാറുണ്ട്, അംഗവൈകല്യമില്ലാത്തൊരു കുഞ്ഞ്, ആരോഗ്യമുള്ളൊരു കുഞ്ഞ്, അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടുന്ന ദൈവത്തിന് കോടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും സ്തോത്രം, ഇങ്ങനെ ഒരു കുഞ്ഞിനെ ലഭിക്കാൻ ദൈവത്തിന്റെ ദാനം. സ്തോത്രം. മക്കൾ യഹോവ നൽകുന്ന അവകാശം, അല്ലെങ്കിൽ ഉദരഫലം, അവൻ തരുന്ന പ്രതിഫലം. അവർ നമ്മൾ 122 യഹോവയെ ഭയപ്പെട്ട് നടക്കുന്ന ഏവരും ഭാഗ്യമാണ്. അവന്റെ ഭാഗ്യവാൻ. അവന്റെ മക്കൾ മേശയ്ക്ക് വിട്ടു ഒലിവുതൈകൾ പോലെ. ഈ കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളുമായി സന്തോഷമുള്ള കുടുംബത്തെ നിങ്ങൾ സ്വപ്നം ചിന്തിച്ചു നോക്കിക്കേ, സ്വപ്നം കണ്ടു നോക്കിയേ. എത്രയോ കുടുംബങ്ങൾ ദുഃഖത്തില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് പിന്നെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരാ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ. ഈ കുഞ്ഞുങ്ങള് ഇവർ രണ്ടുപേരും ഓർക്കേണ്ട ഒരു വിഷയം, ഈ കുഞ്ഞിനെ ഇന്നൊരു തീരുമാനമെടുക്കാം. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവഭയത്തിൽ, പത്യോപദേശത്തിൽ, ദൈവഭയത്തിൽ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ നോക്കിയല്ല ഞങ്ങൾ വളർത്തും. ഹല്ലേലൂയ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവദാസന്റെ കയ്യിൽ സഭയെ ഏൽപ്പിച്ചെങ്കിൽ, കുടുംബത്തിന്റെ കയ്യിൽ കുടുംബനാഥനെ, കുടുംബനാഥയെ, കുഞ്ഞുങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് വളർത്തുവാനാണ് നമുക്ക് അവകാശം തന്നിരിക്കുന്നത്. നമ്മൾ വളർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കണം ദൈവത്തിന്. പക്ഷെ യഥാർത്ഥ ഉടമസ്ഥൻ നമ്മളല്ല, യഥാർത്ഥ ഉടമസ്ഥനായ ദൈവം. വളർത്തുവാൻ തന്നിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന പദവി ഈ കുഞ്ഞുങ്ങൾ വളരണം. ചിലപ്പോൾ ഇവരൊക്കെ ആരൊക്കെ ആയി തീരുമെന്ന് ഭാവിയിൽ നമുക്ക് അറിയത്തില്ല. ഉന്നതരായി തീരുവാനാണ് നമ്മൾ ആയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുഞ്ഞിനെ ദൈവത്തിന് സ്തോത്രം. കുഞ്ഞിനെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവരെ 2 പേരെ കൂട്ടിച്ചേർത്തവൻ ദൈവമാണ്. ഇവിടെ വിവാഹം കഴിഞ്ഞു 10 വർഷങ്ങളായി അവർക്ക് കുഞ്ഞില്ലായിരുന്നു. കർത്താവേ, എന്നാൽ 2 കുഞ്ഞുങ്ങളെയും ദാനമായി വലിയവനായിരിക്കും ദൈവമേ. ഈ പ്രായത്തിൽ ഈ കുഞ്ഞിനെ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രായത്തിൽ ചെറുതായിരുന്നപ്പോൾ അതിങ്ങളുടെ കരങ്ങൾ കൊണ്ട് വാങ്ങിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് അവസരം തന്നു. വീണ്ടും അവന്റെ കുഞ്ഞിനെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അവസരത്തിനായി സ്തോത്രം. ഈ കുഞ്ഞിനെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ഇപ്പൊ ഇതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഈ പൈതന്റെ പഠനം, ജീവിതം, യാത്ര, ജീവിതത്തിൽ ഭൂമിയിൽ ഉള്ളതോളം ദൈവത്തിന് പ്രസാദമുള്ള ജീവൻ നയിപ്പാൻ ഈ പൈതലിനെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കുന്നു. മാതാപിതാക്കൾക്ക് വളർത്തുവാൻ ആവശ്യമായിരിക്കുന്ന അവർക്ക് കൊടുക്കണമേ. ബുദ്ധിയിലും ശക്തിയിലും ഈ കുഞ്ഞു വളർന്നു വരുവാൻ സഹായിക്കണം. രോഗ പീഡ പ്രയാസങ്ങളിൽ കുഞ്ഞിനെ വിടുവിക്കണം. യേശുവിന്റെ അധികാരമാണ്. കർത്താവ് അങ്ങനെ ചെയ്യാൻ
യേശുവിന്റെ വലിയ നാമത്തിൽ ഹാനിയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ ഹാനിയ എന്നുള്ള അയക്കുന്ന പേരിൽ ഇനി മേലിൽ അറിയപ്പെടുന്നതാണ്. ഈ പൈതലിനെ അതിൻ്റെതായ നിലയിൽ വളർത്തുവാൻ പിതാവിനെയും മാതാവിനെയും തിരിച്ചേൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.